രാത്രിയുടെ നിശബ്ദതയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആകാശത്തേക്ക് നോക്കി ഒന്ന് നെടുവീർപ്പിട്ടിട്ടുണ്ടോ? ആരും കാണാതെ, ആരും കേൾക്കാതെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? എന്തിനാണ് എനിക്കിത് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇനി എന്താണ് എന്റെ വഴി? നമ്മളെല്ലാവരും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വഴിമുട്ടി നിൽക്കാറുണ്ട്. മുന്നോട്ടു പോകാൻ വഴിയില്ലാതെ എന്ത് തീരുമാനിക്കണമെന്നറിയാതെ വല്ലാത്തൊരു ഏകാന്തത അനുഭവിക്കുന്ന നിമിഷങ്ങൾ. അപ്പോഴാണ് നമ്മളൊരു അത്ഭുതത്തിനു വേണ്ടി കാത്തിരിക്കുന്നത്, ഒരു കൈത്താങ്ങിനായി നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. ഈ നിമിഷം പോലും, അതെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും നിങ്ങൾക്ക് ചുറ്റും ഒരു വലിയ ശക്തിയുണ്ട്. കണ്ണുകൾ കൊണ്ട് കാണാനോ കൈകൾ കൊണ്ട് തൊടാനോ കഴിയാത്ത, എന്നാൽ നമുക്ക് അനുഭവിക്കാൻ മാത്രം കഴിയുന്ന ഒരു ഊർജം. അതിനെ നമുക്ക് പ്രപഞ്ചം എന്ന് വിളിക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം മൂകമല്ല, അത് നിശബ്ദമല്ല, അത് എപ്പോഴും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഭാഷ നമ്മൾ സംസാരിക്കുന്നത് പോലെയല്ല. അത് സംസാരിക്കുന്നത് ചില അടയാളങ്ങളിലൂടെയാണ്, ചില തോന്നലുകളിലൂടെയാണ്, ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെയാണ്. പലപ്പോഴും നമ്മൾ തിരക്കുകൾക്കിടയിൽ ഈ ശബ്ദങ്ങളെ അവഗണിക്കുന്നു. അതൊക്കെ വെറും തോന്നലായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നു. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് മനസ്സ് തുറന്നാൽ നിങ്ങൾക്ക് കേൾക്കാം പ്രപഞ്ചം നിങ്ങളെ വഴി നടത്തുന്ന ആ ശബ്ദം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട 5 ലക്ഷണങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണോ? നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ പോകുകയാണോ? അതോ നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് തെറ്റായ വഴിയിലൂടെയാണോ? ഇതെല്ലാം മനസ്സിലാക്കാൻ പ്രപഞ്ചം നൽകുന്ന 5 സൂചനകൾ. ഈ വീഡിയോയുടെ അവസാനം വരെ കൂടെയുണ്ടാകണം. കാരണം ഇതിൽ പറയുന്ന 5ാമത്തെ ലക്ഷണം ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാകാം. ആദ്യത്തെ അഭ്യർത്ഥന. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. നിങ്ങൾ ഈ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ഭാവി അർഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താഴെ കമന്റ് ബോക്സിൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്നെഴുതുക. നിങ്ങളുടെ ഓരോ പ്രതികരണവും ഈ നല്ല അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ശരി, നമുക്ക് യാത്ര തുടങ്ങാം. പ്രധാന ഭാഗം. പ്രപഞ്ചം സംസാരിക്കുന്നത് തരംഗങ്ങളിലൂടെയാണ്. നമ്മൾ ഒരു റേഡിയോ ട്യൂൺ ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയാൽ മാത്രമേ ഈ സന്ദേശങ്ങൾ നമുക്ക് വ്യക്തമായി ലഭിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ടാകും, പക്ഷെ നമ്മളത് കാണാറില്ല. ഇതാ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നു എന്നതിന്റെ 5 ലക്ഷണങ്ങൾ. ലക്ഷണം 1. അർത്ഥവത്തായ യാദൃശ്ചികതകൾ. ആദ്യത്തെ ലക്ഷണം ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ ഒന്നാകാം. ഇതിനെ നമ്മൾ വെറും കാകതാലീയം എന്ന് വിളിച്ച് തള്ളിക്കളയും. എന്നാൽ മനഃശാസ്ത്രജ്ഞർ പറയുന്നത് അർത്ഥവത്തായ യാദൃശ്ചികതകൾ വെറും യാദൃശ്ചികതകളല്ല, മറിച്ച് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന വ്യക്തമായ സന്ദേശങ്ങളാണ് എന്നാണ്. ഇതൊരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങളൊരു പഴയ സുഹൃത്തിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ന് കരുതുക. വർഷങ്ങളായി കാണാത്ത, സംസാരിക്കാത്ത ഒരാൾ പെട്ടെന്നതാ അന്ന് തന്നെ ആ സുഹൃത്ത് നിങ്ങളെ ഫോൺ വിളിക്കുന്നു, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ഇത് വെറുമൊരു അത്ഭുതമാണോ? അല്ലെങ്കിൽ നിങ്ങളൊരു പ്രത്യേക പ്രശ്നത്തിന് പരിഹാരം തേടിക്കൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നു. പെട്ടെന്ന് നിങ്ങൾ റേഡിയോയിൽ ഒരു പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ വഴിയിൽ ഒരു പരസ്യബോർഡ് കാണുന്നു, അതുമല്ലെങ്കിൽ ടിവിയിൽ ഒരു സംഭാഷണം കേൾക്കുന്നു. ആ വരികളിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള കൃത്യമായ മറുപടി ഉണ്ടായിരിക്കും. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു അത്ഭുതം അനുഭവപ്പെടും. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കും. പ്രപഞ്ചം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പോകുന്നത് ശരിയായ വഴിയിലാണ് എന്ന്. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളും പുറമേ നടക്കുന്ന കാര്യങ്ങളും തമ്മിലൊരു ബന്ധമുണ്ടാവുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അത് വെറുതെ സംഭവിച്ചതാണ് എന്ന് കരുതി വിട്ടുകളയരുത്. ആ നിമിഷം ഒന്ന് നിൽക്കുക. എന്താണ് പ്രപഞ്ചം ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുക. ഒരുപക്ഷെ നിങ്ങൾ എടുക്കാൻ മടിച്ചു നിൽക്കുന്ന ആ തീരുമാനമെടുക്കാൻ പ്രപഞ്ചം നിങ്ങൾക്ക് അനുമതി നൽകുന്നതാകാം ഇത്. നിങ്ങളുടെ ജീവിതത്തിലെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്നും ഒറ്റപ്പെട്ടതല്ല. നിങ്ങൾ പുറത്തേക്ക് വിടുന്ന ചിന്തകൾക്ക് ഒരു ഊർജമുണ്ട്. ആ ഊർജം തിരികെ അതേ രൂപത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇത്തരം യാദൃച്ഛികതകൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അപ്രതീക്ഷിതമായി മുന്നിലെത്തുമ്പോൾ അത് പ്രപഞ്ചത്തിന്റെ ഒരു സമ്മാനമാണെന്ന് തിരിച്ചറിയുക. ലക്ഷണം 2. ആവർത്തിക്കുന്ന സംഖ്യകൾ. രണ്ടാമത്തെ ലക്ഷണം ഇന്ന് ഒട്ടനവധി ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആവർത്തിക്കുന്ന സംഖ്യകൾ കാണുക. നിങ്ങൾ എപ്പോഴെങ്കിലും ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ഒരേ അക്കങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ടോ? വണ്ടി നമ്പറുകളിലോ ബിൽ രസീതുകളിലോ ഫോൺ നമ്പറുകളിലോ ഒക്കെ ഒരേ രീതിയിലുള്ള നമ്പറുകൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? 111, 222, 333 എന്നിങ്ങനെ. പലരും ഇത് ശ്രദ്ധിക്കാറില്ല. എന്നാൽ ആത്മീയതയിൽ ഇതിനെ വളരെ പ്രധാനപ്പെട്ട സൂചനയായാണ് കാണുന്നത്. പ്രപഞ്ചം നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഉപയോഗിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള വഴിയാണിത്.
ഓരോ സംഖ്യയ്ക്കും ഓരോ അർത്ഥമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ 111 സ്ഥിരമായി കാണുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങളൊരു ഉണർവിന്റെ പാതയിലാണെന്നാണ്. നിങ്ങളുടെ ചിന്തകൾ വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് നല്ലതാണെന്ന് ഉറപ്പുവരുത്താൻ പ്രപഞ്ചം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ 222 കാണുന്നതെങ്കിൽ അത് സന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു. വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും, ക്ഷമയോടെ കാത്തിരിക്കൂ എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങൾ 555 കാണുന്നതെങ്കിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണത്. ഒരു പുതിയ ജോലി, പുതിയ വീട് അല്ലെങ്കിൽ പുതിയൊരു ബന്ധം. മാറ്റങ്ങളെ ഭയപ്പെടാതെ സ്വീകരിക്കാൻ പ്രപഞ്ചം നിങ്ങളെ ഒരുക്കുകയാണ്. ഇത് വെറും അന്ധവിശ്വാസമല്ല. നമ്മുടെ മസ്തിഷ്കത്തിന് പ്രത്യേകതകൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് കൃത്യമായി ആ സമയത്ത് തന്നെ നിങ്ങൾ ക്ലോക്കിലേക്ക് നോക്കുന്നത്? എന്തുകൊണ്ടാണ് ആ പ്രത്യേക നമ്പറുള്ള വണ്ടി തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്നത്? അവിടെയാണ് പ്രപഞ്ചത്തിന്റെ കളി. നിങ്ങൾ ഇത്തരം നമ്പറുകൾ കാണുമ്പോൾ, ഓ, ഇത് വീണ്ടും വന്നല്ലോ എന്ന് കരുതി തള്ളിക്കളയരുത്. ആ നിമിഷം നിങ്ങൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്ന് ശ്രദ്ധിക്കുക. പ്രപഞ്ചം ആ ചിന്തയ്ക്ക് അടിവരയിടുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് വഴി കാണിക്കാൻ അദൃശ്യരായ സഹായികൾ കൂടെയുണ്ട് എന്നതിന്റെ വലിയൊരു തെളിവാണിത്. ലക്ഷണം 3. ശക്തമായ അവബോധം. മൂന്നാമത്തെ ലക്ഷണം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദമാണ്. ഇതിനെ നമുക്ക് ഉള്ളിൽ നിന്നുള്ള വിളിയെന്നോ തോന്നലുകളെന്നോ വിളിക്കാം. യുക്തിക്ക് നിരക്കാത്ത കാര്യമായിരിക്കും ഇത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു വഴിയിലൂടെ പോകാൻ തീരുമാനിക്കുന്നു. പെട്ടെന്നുള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ, വേണ്ട, ആ വഴി പോകണ്ട, മറ്റേ വഴി പോകാം. ഒരു കാരണവുമില്ലാതെ തോന്നുന്ന കാര്യമാണിത്. പിന്നീട് നിങ്ങൾ അറിയുന്നു, നിങ്ങൾ ആദ്യം പോകാനിരുന്ന വഴിയിൽ വലിയൊരു അപകടം നടന്നുവെന്ന്. അല്ലെങ്കിൽ നിങ്ങളൊരാളെ ആദ്യമായി കാണുന്നു. പുറമേ അയാൾ വളരെ നല്ല പെരുമാറ്റവും സംസാരവുമാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു അസ്വസ്ഥത. ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മനസ്സ് പറയുന്നു. പിന്നീട് കാലം തെളിയിക്കുന്നു, നിങ്ങളുടെ മനസ്സ് പറഞ്ഞതായിരുന്നു ശരിയെന്ന്. ഇത് പ്രപഞ്ചം നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതാണ്. നമ്മുടെ ശരീരം ഒരു ഉപകരണം പോലെയാണ്. ചുറ്റുമുള്ള തരംഗങ്ങൾ അത് പിടിച്ചെടുക്കും. ഒരാളുടെ വാക്കിനേക്കാൾ സത്യസന്ധമായിരിക്കും അയാളുടെ ഊർജം. ആ ഊർജം നിങ്ങളുടെ ഊർജവുമായി ചേരാതെ വരുമ്പോഴാണ് ഈ അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ ഈ തോന്നലുകളെ യുക്തി ഉപയോഗിച്ച് തോൽപ്പിക്കാറുണ്ട്. അവൻ നല്ലവനാണല്ലോ, ഞാൻ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാകും എന്ന് നമ്മൾ സമാധാനിക്കും. എന്നാൽ ഓർക്കുക, പ്രപഞ്ചത്തിന് കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയും. വരാൻ പോകുന്ന ആപത്തുകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ പ്രപഞ്ചം നൽകുന്ന മുന്നറിയിപ്പാണിത്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റമോ, നെഞ്ചിലൊരു ഭാരമോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ആശ്വാസമോ തോന്നുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കരുത്. അത് നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദമാണ്. പ്രപഞ്ചം നിങ്ങളുടെ ഉള്ളിലിരുന്ന് വഴികാട്ടുകയാണ്. ആ ശബ്ദത്തെ വിശ്വസിക്കാൻ പഠിക്കുക. അത് ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല. ലക്ഷണം 4. സ്വപ്നങ്ങൾ. നാലാമത്തെ വഴി സ്വപ്നങ്ങളാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോധമനസ്സ് വിശ്രമിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് ഉണർന്നിരിക്കും. പ്രപഞ്ചത്തിന് നിങ്ങളോട് സംസാരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള സമയമിതാണ്. തടസ്സങ്ങളില്ലാത്ത ആശയവിനിമയം. സാധാരണ സ്വപ്നങ്ങളും പ്രപഞ്ചം നൽകുന്ന സന്ദേശങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പ്രപഞ്ചം നൽകുന്ന സ്വപ്നങ്ങൾ വളരെ വ്യക്തമായിരിക്കും. ഉണർന്നു കഴിഞ്ഞാലും അത് നടന്നതുപോലെ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടും. വർഷങ്ങൾ കഴിഞ്ഞാലും ആ സ്വപ്നം നിങ്ങൾ മറക്കില്ല. ചിലപ്പോൾ മരിച്ചുപോയ പ്രിയപ്പെട്ടവർ സ്വപ്നത്തിൽ വന്ന് നിങ്ങളോട് സംസാരിക്കും. അല്ലെങ്കിൽ ഒരേ സ്വപ്നം തന്നെ പലതവണ ആവർത്തിച്ചു കാണും. നിങ്ങളൊരു പാമ്പിനെ കാണുന്നു, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കാണുന്നു, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് വീഴുന്നു. ഇതെല്ലാം ചില സൂചനകളാണ്. ഒരു പാമ്പിനെ സ്വപ്നം കണ്ടാൽ അതിനർത്ഥം മാറ്റമെന്നാണ്. പഴയ തൊലി ഉരിഞ്ഞ് പുതിയതിലേക്ക് മാറുന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റം വരുന്നു. വെള്ളം വികാരങ്ങളെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ സ്ഥിരമായി ഒരേ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഏതോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ സന്ദേശം നിങ്ങൾ മനസ്സിലാക്കുന്നതുവരെ പ്രപഞ്ചം ആ സ്വപ്നം നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ കണ്ട സ്വപ്നങ്ങൾ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ അത് എഴുതിവെക്കുക. കുറച്ചു കഴിയുമ്പോൾ അതിൽ ഒരു ബന്ധം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ സ്വപ്നങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ലക്ഷണം 5. അപ്രതീക്ഷിത തടസ്സങ്ങളും നഷ്ടങ്ങളും. ഇനി നമ്മൾ 5ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷണത്തിലേക്ക് കടക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വേദനാജനകമാണ്. നിങ്ങൾ വളരെ ആഗ്രഹിച്ച് ഒരു കാര്യത്തിനു വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ എന്ത് ചെയ്തിട്ടും അത് നടക്കുന്നില്ല. തടസ്സങ്ങൾ മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചിലർ അകന്നുപോകുന്നു. ബന്ധങ്ങൾ തകരുന്നു, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അടുത്ത സുഹൃത്ത് പിണങ്ങിപ്പോകുന്നു. നമ്മൾ തകർന്നുപോകും. ദൈവമേ, എന്നോട് എന്തിനാക്കിത് ചെയ്തത് എന്ന് നമ്മൾ കരഞ്ഞു ചോദിക്കും.
എന്നാൽ സത്യമെന്താണെന്നോ? ഇത് പ്രപഞ്ചത്തിന്റെ സംരക്ഷണമാണ്. തിരസ്കരണം എന്നത് ദൈവത്തിന്റെ കരുതലാണ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, തെറ്റായ ആളുകളുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ, അത് നിങ്ങൾക്ക് ഭാവിയിൽ വലിയ ദുരന്തമുണ്ടാക്കുമെന്ന് പ്രപഞ്ചത്തിനറിയാം. അതുകൊണ്ട് ആ വഴി അടയ്ക്കുകയല്ലാതെ പ്രപഞ്ചത്തിന് വേറെ മാർഗമില്ല. ആ വാതിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി കൊട്ടിയടക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങളെ രക്ഷിക്കാനാണ്. നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന ആ ബന്ധം അല്ലെങ്കിൽ ആ ജോലി നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാണെങ്കിൽ പ്രപഞ്ചം അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ദേഷ്യം തോന്നും. പക്ഷെ കുറച്ചുകാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നന്നായി, അന്ന് അത് സംഭവിച്ചതുകൊണ്ട് ഇന്ന് ഞാനിവിടെ എത്തിയെന്ന്. ചിലപ്പോൾ പ്രപഞ്ചം നിങ്ങളെ ഒന്ന് പിടിച്ചുകുലുക്കും. നിങ്ങളുടെ സുരക്ഷിത വലയത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു ചാടിക്കാൻ വേണ്ടിയാണിത്. വലിയ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ പഴയത് നശിക്കണം. ഒരു കെട്ടിടം പുതുക്കി പണിയണമെങ്കിൽ പഴയത് പൊളിക്കണ്ടേ? അതുപോലെയാണ് ഇതും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളോ നഷ്ടങ്ങളോ സംഭവിക്കുന്നുണ്ടെങ്കിൽ തളരരുത്. വിശ്വസിക്കുക, ഇതിലും മികച്ചത് എന്തോ ഒന്ന് നിങ്ങൾക്കായി വരുന്നുണ്ട്. പഴയ ഇലകൾ കൊഴിഞ്ഞുപോയാലേ പുതിയ തളിരിലകൾ വരികയുള്ളൂ. ശൂന്യതയിലാണ് സൃഷ്ടി നടക്കുന്നത്. ഈ നഷ്ടം ഒരു പുതിയ തുടക്കമാണ്. ഉപസംഹാരം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് സംസാരിച്ചത് 5 പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചാണ്. 1. അർത്ഥവത്തായ യാദൃശ്ചികതകൾ. 2. ആവർത്തിക്കുന്ന സംഖ്യകൾ. 3. ഉള്ളിൽ നിന്നുള്ള വിളി. 4. സ്വപ്നങ്ങൾ. 5. അപ്രതീക്ഷിത തടസ്സങ്ങൾ. ഈ ലക്ഷണങ്ങളെല്ലാം കാണിക്കുന്നത് ഒരേയൊരു കാര്യമാണ്: നിങ്ങൾ ഈ പ്രപഞ്ചത്തിന് പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ തനിച്ചല്ല. ഒരു അദൃശ്യകരം നിങ്ങളെ എപ്പോഴും താങ്ങുന്നുണ്ട്. ഇനി മുതൽ ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. തിരക്കിനിടയിൽ ഒന്ന് നിൽക്കുക. പ്രപഞ്ചത്തോട് നന്ദി പറയുക. എനിക്ക് വഴി കാണിച്ചു തരുന്നതിന് നന്ദി എന്ന് പറയുക. നിങ്ങൾ എത്രത്തോളം നന്ദിയുള്ളവരാണോ അത്രത്തോളം കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തും. ജീവിതം എന്നത് ഒരു യുദ്ധമല്ല, അതൊരു ഒഴുക്കാണ്. ആ ഒഴുക്കിനൊപ്പം നീന്താൻ പഠിക്കുക. പ്രപഞ്ചം നിങ്ങളെ കൊണ്ടുപോകുന്നത് എവിടേക്കാണോ അവിടേക്ക് വിശ്വസിച്ചു യാത്ര ചെയ്യുക. തീർച്ചയായും അത് മനോഹരമായ ഒരു തീരത്തായിരിക്കും ചെന്നെത്തുക. രണ്ടാമത്തെ അഭ്യർത്ഥന. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ അറിവോ ആശ്വാസമോ നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പറഞ്ഞ 5 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് താഴെ എഴുതുക. നിങ്ങളുടെ അനുഭവം മറ്റുള്ളവർക്കും വലിയൊരു പ്രചോദനമാകും. അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ താൽപ്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവസാനം ഓർക്കുക, പ്രപഞ്ചത്തിൽ യാദൃശ്ചികമായി ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കണ്ടതുപോലും പ്രപഞ്ചത്തിന്റെ ഒരു പദ്ധതിയാണ്. നന്ദി.